ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കയ്യിലെ ജേർണൽ കളക്ഷൻസ് കാണിച്ചു തരാം. ഇത് ഫാക്ടറി നോട്ട്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ജേർണലിലാണ് ഞാൻ കൂടുതൽ ജേർണൽസും ചെയ്യാറൊക്കെ. പിന്നെ ഇത് പുതിയതായി വാങ്ങിച്ചതാണ്, ഇതൊരു യൂസ് ആക്കിയിട്ടൊന്നുമില്ല. ഈ 3 ജേർണൽസാണ് അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഇതൊരു ഡെയിലി ടാസ്ക് ജാറാണ്. അപ്പം ഡെയിലി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് അതിൽ പറയുന്നൊരു ടാസ്ക് ചെയ്യാറാണ്. അപ്പം ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ജേർണലിംഗ് ആണ് കിട്ടിയത്. അപ്പം നമുക്ക് ജേർണലിംഗ് തന്നെ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇന്നിപ്പം ജേർണലിംഗ് ചെയ്യണം, അതുപോലെ ലോങ് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഒരു റീൽ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഫയലിലാണ് ഞാൻ എൻ്റെ സ്റ്റിക്കേഴ്സ്, പാറ്റേൺ ഷീറ്റ്സ് ഇതൊക്കെ സ്റ്റോർ ചെയ്യൽ. ഇതൊക്കെ ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്ന് പ്രിൻ്റ് എടുത്തതാണ്. ഈ ഡിസൈൻസൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് കാൻവയിൽ പോയി സെറ്റ് ചെയ്യലാണ്. എന്നിട്ട് പോയി പ്രിൻ്റ് എടുക്കും. ഈ ഒരു ജേർണലിലാണ് ഞാനൊന്നും ചെയ്യാൻ വിചാരിച്ചത്. ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തൊരു ജേർണൽ സ്പ്രെഡാണിത്. ഏകദേശം 1 month ആയിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. വെക്കേഷൻ ആയത് പിന്നെ ജേർണലിംഗ് ചെയ്തിട്ട് തന്നെ അല്ല. ഫസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കാനുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യാം. ഒരു ബ്ലൂ തീം ജേർണലാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. എൻ്റെ കയ്യിൽ കുറേ ബ്ലൂ തീമുള്ള കുറേ സ്റ്റിക്കേഴ്സും പാറ്റേൺസൊക്കെ ഞാൻ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചതുണ്ട്. അപ്പം പിന്നെ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ 2 പാറ്റേൺസാണ് ഞാൻ സെലക്ട് ആക്കിയത്. അപ്പം ഇതിൻ്റെ ഹാഫ് മതി, 2 പേജിൻ്റെയും ഹാഫ് ആക്കിയിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കണത്. ഈ ഒരു പാറ്റേൺ ലെഫ്റ്റ് സൈഡിലും പിന്നെ ഗ്രിഡിൻ്റെ പാറ്റേൺ റൈറ്റ് സൈഡിലും ഒട്ടിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു നോർമൽ ബ്ലൂ തീം ജേർണൽ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ വിചാരിച്ചൊരു മെമ്മറി ജേർണൽ ചെയ്യാമെന്ന്. അതിനുള്ള ഫോട്ടോസും അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓരോന്നായി ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു 1 month ബാക്ക് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ എടുത്തിരുന്ന ഫോട്ടോസാണ്. ഇതാദ്യം കയ്യിലുണ്ടായതുകൊണ്ട് പിന്നെ ഇത് വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ജീൻസ് പോക്കറ്റ് സ്റ്റിക്കർ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി വലുതായിരുന്നു പ്രിൻ്റ് എടുക്കാൻ വിചാരിച്ചത്, പക്ഷെ എടുത്തപ്പോൾ ചെറുതായി പോയതാണ്. പേജൊന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള 2-3 സ്റ്റിക്കേഴ്സ് കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സൈഡ് കംപ്ലീറ്റ് ആയി. അപ്പം നമുക്ക് റൈറ്റ് സൈഡ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചൊരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു സൈഡിലേക്ക് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ഈ ബോണ്ട് സ്റ്റിക്കർ ടോപ്പിലായി ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലായിട്ട് ബീച്ച് ഡേ എന്നുള്ളതിൻ്റെ ലെറ്റേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പേജിൻ്റെ തന്നെ സൈഡിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡേനെ കുറിച്ചൊരു ഷോർട്ട് മെമ്മറി നോട്ട് എഴുതി വെക്കുകയാണ്. സോ നമ്മളെ ജേർണൽ സ്പ്രെഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഈ ജേർണൽ ചെയ്യാൻ യൂസ് ചെയ്ത കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും അതും ഇതൊക്കെ ടേബിളിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫയലിലേക്ക് വെക്കുകയാണ്.
പിന്നെ ഇന്ന് നേരത്തെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ ജേർണലിങ് ചെയ്തു, അതുപോലെ ലോങ് വീഡിയോ എടുത്തു കഴിഞ്ഞു, പിന്നെ ഓർഗനൈസ് ചെയ്തു, പിന്നെ റീൽ എടുക്കാനുണ്ട്, അതുപോലെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. I hope you all enjoyed watching this. Bye bye.